വീട്ടിൽ നിന്നും കിട്ടിയ ഒന്നാണിത് ഗുരു. ആ വീട്ടിലെ ഏതൊരു വസ്തുവിൽ തൊടുമ്പോഴും അത് നാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ മാലയിൽ തൊട്ടപ്പോൾ മാത്രം ഇത് നാഗമായി മാറിയതേയില്ല. നന്നായി, ഇങ്ങ് തരൂ. ഗുരുക്കളെ, ദിഗ്വിജയനും നന്ദീശനും അങ്ങ് ഒന്ന് കാണാൻ വന്നിട്ടുണ്ട്. എന്നോട് ക്ഷമിച്ചാലും ഗുരുദേവ, ഞാൻ ചെയ്തത് തെറ്റാണ്. നോക്കു ശിവാനി, നീ ഭൂമിയിലേക്ക് പോയ ലക്ഷ്യം എന്താണെന്ന് മറന്ന് മറ്റു കാര്യങ്ങളിൽ വ്യാകുലപ്പെടേണ്ടതില്ല. നിനക്ക് പറ്റിയ ചെറിയൊരു തെറ്റ് ഈ നാഗലോകത്തെ ആകെ ബാധിക്കും. അതിനെക്കുറിച്ച് നല്ല ബോധം വേണം. എത്രയും പെട്ടെന്ന് തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ആയിക്കോട്ടെ ഗുരുദേവ. വേഗം തിരിച്ചുപോയി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. കണ്ഠഹാരം ചിലപ്പോൾ അബദ്ധത്തിൽ അവൾ തന്നെ മോഷ്ടിച്ചതാവാം. ശരി ഗുരുദേവ, അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം. പോയി വരൂ. കറക്റ്റ് അല്ലേ മോനെ? നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ മനസ്സിൽ എന്താ ഉള്ളതെന്ന്? എന്റെ അങ്ങളെ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് തന്നെയാണ് ലവിന്റെ ലക്ഷണം. തന്റേതായ ലോകത്ത് താൻ ഇരിക്കുന്നു. ഈ ലോകവും താനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാ താൻ പെരുമാറുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഉറക്കമില്ലാതിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാറുമില്ല. എപ്പോ നോക്കിയാലും ചിന്തയിലായിരിക്കും. ഒന്ന് പോങ്ങളെ, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. ഈ പ്രേമിക്കാനൊന്നും ഇപ്പൊ ടൈമില്ലെങ്കിലേ. അതെ മോനെ, ഈ പ്രേമം എന്ന് പറഞ്ഞ സാധനം തൊട്ട് കഴിഞ്ഞാലേ പ്രശ്നം. എന്താണെന്നറിയോ, നല്ല മണമുള്ള ഒരു പെട്ടി മുല്ലപ്പൂ നമ്മുടെ മുന്നിൽ വെച്ചാ അത് അധിക സമയം നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ലേ മോനെ? ഇനി ഞങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, വിടുമോനെ, പോവല്ലേ. അതുപോട്ടെ, നിന്റെ ആ പെൺകുട്ടി ആരെന്ന് പറയും. എന്റെ അങ്ങളെ, ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ഇങ്ങനെ ഇരുന്ന പ്രശ്നമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി. ദാറ്റ്സ് നോട്ട് ഗുഡ്. ഇവിടെ ആരും എന്നെ വില കുറച്ച് കാണാൻ പാടില്ല. എന്നെ അനുവദിക്കുന്നില്ലല്ലോ. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുന്നതാണ്. നീ അതോർത്ത് വ്യാകുലപ്പെടണ്ട, പൊയ്ക്കോളൂ. എന്നാലും ഇതിനെല്ലാം ഒരു പരിഹാരം പറഞ്ഞു തന്നാല്. നീ കൂടുതലായി ഒന്നും ചിന്തിക്കണ്ട, ഞാനെല്ലാം നോക്കിക്കൊള്ളാം. പുറപ്പെട്ടോളൂ. ശരി ഗുരുക്കൾ. വിജയ് ഭവ. ഗുരുക്കളെ, അങ്ങ് ഈ കണ്ഠഹാരത്തെ പറ്റി അവരോടൊന്നും പറഞ്ഞില്ല. ആദ്യം സത്യം എന്താണെന്ന് ഞാനൊന്നറിയട്ടെ, എന്നിട്ട് അവരെ അറിയിക്കാം. ഇപ്പോഴേ ദിഗ്വിജയൻ ഭയപ്പെട്ടിരിക്കുകയാണ്. കൃത്യസമയമാകുമ്പോൾ എല്ലാം ഞാൻ തന്നെ അറിയിച്ചോളാം. അതെ നീലി, എനിക്ക് തോന്നുന്നു അത് അവള് തന്നെ എടുത്തോണ്ട് പോയതെന്ന്. നമ്മൾ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്കതൊരു ആപത്താകും. എന്താ ഇനി ചെയ്യാ? നീലി, നിന്റെ മാന്ത്രിക വിദ്യയിലൂടെ അവളെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റില്ലേ? അവൾ എവിടെയാണുള്ളതെന്ന് നോക്ക്. ഇല്ല ശിവാനി, എന്റെ ശക്തി ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ കണ്ടെത്തുവാൻ സാധിക്കില്ല. എന്റെ ശക്തി ഉപയോഗിച്ച് നാഗലോകത്തുള്ള വസ്തുക്കൾ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കൂ. അവളെ കണ്ടുപിടിക്കാൻ ചിലപ്പോ പറ്റില്ലായിരിക്കും, പക്ഷേ കണ്ഠഹാരം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അത് നാഗലോകത്തെ സ്വത്തല്ലേ? അതെ, ശരി. വാ. ഇതിപ്പോ നാളെ വാ, പിന്നെ നോക്കാം. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, ഞാൻ ധ്യാനത്തിലാണ്, എനിക്ക് പൂജ ചെയ്യണം. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകുക. അല്ല മുതലാളി, ഗുരുക്കൾ നമുക്ക് ഒരുപാട് സഹായം ചെയ്തതല്ലേ. അദ്ദേഹത്തെ സംശയിക്കാന്ന് വെച്ചാ. അതേ നന്ദീശ, നേരത്തെ സഹായിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എനിക്കെന്തോ നല്ല സ്ട്രോങ് ആയ ഒരു സംശയം അദ്ദേഹത്തിന്റെ മേലുണ്ട്. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ അദ്ദേഹം ചെയ്തിട്ടുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഒരു വിധത്തിലും ഫലിക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഈയിടെയായിട്ട് ചേച്ചേ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മുതലാളി. എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ഗുരുക്കളോട് ചോദിച്ചപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുക ചെയ്തത്. എനിക്ക് മനസ്സിലായി മുതലാളി.
അദ്ദേഹം എന്തോ ഈ കാര്യങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. വളരെ സാധാരണമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. മുതലാളി, അദ്ദേഹം ഒരു സന്യാസിയാണല്ലോ. അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക്... അതെ, അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എനിക്കെന്തോ അങ്ങോട്ട് ശരിയായിട്ട് തോന്നുന്നില്ല. അല്ല മുതലാളി, ചിലപ്പോൾ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായി പോയതുകൊണ്ടായിരിക്കും. മാത്രമല്ല, നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയായിരിക്കും ഒന്നും പറയാതിരുന്നത്. നമുക്ക് നോക്കാം, എല്ലാം വഴിയെ മനസ്സിലാവും. നടക്കും. ഞാനിപ്പോ എന്ത് തെറ്റെയ്തെന്ന് പറയുന്നത്? ഞാനെന്താ അവൾക്ക് ക്യാൻസർ അല്ലേ, അതുകൊണ്ട് ജീവിതം തരാൻ വാ എന്നും പറഞ്ഞ് വിളിച്ചതാണോ? എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അനുകമ്പയില്ല. ഞാൻ അവളെ എന്റെ പ്രാണനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ട്. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അവൾക്കും അതുപോലെ തോന്നണ്ടേ? അല്ലേ? ആലോചിച്ച് നോക്ക്. ഇപ്പൊ നോക്കിയേ, നിനക്കൊരു അസുഖം വന്നു, നീ മരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും, കല്യാണം കഴിച്ചോളാന്നൊക്കെ പറഞ്ഞാ എന്തായിരിക്കും? നോക്ക്, ഇപ്പൊ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്റെ പാട്ടിന് പൊക്കൊണ്ടിരുന്നതാ. വരാത്ത രീതിയിൽ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം നീ. സിമ്പിളായിട്ട് പറഞ്ഞ, അവളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ സമാധാനായിട്ട് സന്തോഷത്തോടെ നോക്കണം നീ. അങ്ങനെ തന്നെ ചെയ്യാനേ. ശിവാനിക്ക് ഒരു അപകടവും സംഭവിക്കരുത്. അങ്ങനെയായിരിക്കും. തൃശൂൽ, നീ ധൈര്യം കൈവിട്ടാ പിന്നെ അവളുടെ ജീവിതം അപകടത്തിലാവും. നന്നായിട്ട് ആലോചിക്കും. ഈ കാട്ടിലെന്താ പരിപാടി നിനക്ക്? അത് അത് ഏയ്, നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. ഏയ്, എന്താ നീ ഇങ്ങനെ? എന്താ നിനക്ക് പറ്റിയേ? കയ്യിലെന്താ ഒന്ന് കാണിച്ചേ. എന്റെ കയ്യിലുള്ള ഈ കണ്ഠഹാരം ഇവൻ എങ്ങാനും കണ്ടാൽ പ്രശ്നോ? ഇവൻ ഒരു കാരണവശാലും ഇത് കാണരുത്. എന്തിനിവളിങ്ങനെ ഓടുന്നേ? അതെ, ഒന്ന് നിന്നേ. ഏയ്, എവിടെ പോയി ഇവള്? എന്നെ കണ്ടിട്ട് ഇവളിങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ അവൾ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. എന്തായാലും ശിവാനി ഈ വിഷയം വിളിച്ചറിയിക്കണം. ഛേ, ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അവളുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കി. വേഗം ചെല്ലേ. ഓ ആണോ? നീ വിളിച്ചത് എന്തായാലും നന്നായി. അവളെ നീ എവിടെയാ കണ്ടെന്ന് പറഞ്ഞ്? ഇവിടെ വെച്ച് മാഡം, ഈ കാട്ടിലേക്ക് കയറുന്ന വഴി വെച്ച്. താങ്ക് യു തൃശൂർ. നീലി, നമ്മുടെ സംശയം സത്യമായിരുന്നു. കണ്ഠഹാരം എടുത്തോണ്ട് പോയത് അവള് തന്നെയാ. തൃശൂർ അവളെ കണ്ടിട്ടുണ്ട്. ശരി, വാ, നമുക്കിപ്പൊ തന്നെ പോവാം. ആരും വിളിച്ച പോലെ തോന്നിയോ? ഏയ്, ആര് വിളിക്കാനാ? മുതലാളി വാ. അല്ല, ഞാൻ ശരിക്കും കേട്ടു നന്ദിച്ച. അങ്ങനെയാണെങ്കിൽ ഞാനും കേൾക്കേണ്ടതല്ലേ? മുതലാളിക്ക് തോന്നിയതായിരിക്കും. നമുക്ക് പോവാം. ദിഗ്വിജയൻ സാർ! എന്തു പറ്റി മുതലാളി? നമ്മളെ ആരും വിളിച്ചു നന്ദിച്ച? ഇല്ല മുതലാളി. അല്ലല്ല, നമുക്ക് നോക്കാം. മുതലാളി, ചതിക്കാൻ മാത്രം നീ വളർന്നോ? നീ എന്റെ പ്രയത്നങ്ങൾക്ക് മുടക്കം നിൽക്കുന്നു. എന്താണ് നിന്റെ ഉദ്ദേശം?
നിന്നെ ഇതിനെല്ലാം പ്രാപ്തയാക്കിയത് ഞാനാണ്. നീ ഇപ്പോൾ ഇവിടെ കിടന്ന് ചാക്. നീ എന്റെ ശിഷ്യയാണെന്നുള്ളത് ആർക്കും മനസ്സിലാകത്തില്ല. ചാവണം, നീ ചത്തുപോണം. നിന്നെ ഈ ത്രയംബകന്റെ പിടിയിൽ നിന്നും രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. മരിക്കണം നീ. ജീവനോടെ വേണ്ട. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ടെന്നേ. ഇമോഷണലായി ഈ കാര്യം വെറുതെ വേറെ ആരോടും പറയാൻ നിൽക്കണ്ട പ്ലീസ്. ഇനി ഒരു പക്ഷേ ഇവളുടെ വീട്ടുകാരെങ്ങാനും ചോദിച്ചു വന്നാൽ തന്നെ ഇവള് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പണിക്ക് വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ മാറ്റർ. ശരിയല്ലേ? ശരി. മാഡം നോക്ക്, എന്തായാലും പോലീസിലൊക്കെ അറിയിക്കുന്നതിനേക്കാളും ഇത് തന്നെയാണ് ബെസ്റ്റ് മാഡം. വെറുതെ സിമ്പിളാക്കി നമുക്കിതങ്ങ് തീർത്തേക്കാം. എന്നെ വിശ്വസിക്കാം. നിങ്ങൾ പോയി റോഡിനടുത്ത് നിൽക്ക്. ഞാൻ വന്നോളാം. പോയിക്കോ മാഡം, വേഗം പോ. എന്താ ഡാഡി, ഞാൻ എന്ത് ചെയ്താലും തെറ്റ് മാത്രം കണ്ടുപിടിക്കുന്നത്? ഞാൻ വീട്ടിൽ എന്റെ ഇഷ്ടത്തിന് ഇരിക്കുന്നതും തെറ്റാണോ? എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് ഡാഡി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്താ നിനക്ക് മനസ്സിലായത്? ഓക്കെ ഡാഡ്, ശരി. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഹാപ്പി. കണ്ടില്ലേ നദീശ, ഡാഡിയോടുള്ള റെസ്പെക്ട് പോലും ഇല്ലാതെ വലിച്ചെറിഞ്ഞിട്ട് പോയത്. അല്ലെങ്കിലേ അവൻ വരച്ച പെയിന്റിങ് കാരണം എന്റെ തല പോഞ്ഞിരിക്കുക. ഇപ്പോഴും അവൻ ആ പരിപാടി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചാവണം. നമ്മുടെ പുറകെ തന്നെ മറ്റാരോ ഉണ്ട്. അതെ ശിവാനി, നമ്മൾ എത്രയും പെട്ടെന്ന് ആ കണ്ടഹാരം ആരാ മോഷ്ടിച്ചതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വരും മേഡം, പോവാം. എല്ലാം ചെയ്തിട്ടുണ്ടേ. നിങ്ങളിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നടന്നതൊക്കെ ഒരു ദുസ്വപ്നാണെന്ന് വിചാരിച്ചാൽ മതി. വരും മേഡം, പോവാം. ഇത് മകന്റെ കൈകൊണ്ട് നാഗങ്ങൾക്ക് പാലഭിഷേകം ചെയ്യിക്കണമെന്നും പറഞ്ഞു. ഓക്കെ. നമ്മുടെ മോനെ കൊണ്ട് പാലഭിഷേകം ചെയ്യേണ്ട ഉത്തരവാദിത്വം നിനക്കാ. അതെങ്ങനെ എന്റെ മാത്രം ഉത്തരവാദിത്വം ആകുന്നത്? അവൻ നിങ്ങളുടെ മോനല്ലേ? ഇനി അതിന് വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വന്നേക്കാം. ശിവാനി, എന്തിനാ കരയുന്നേ? എന്തോ ഇന്ന് രാവിലെ മുതൽ എനിക്ക് ആദിശേഷന്റെ ഓർമ്മ മാത്രമാണുള്ളത്. എന്തു പറ്റി? ഇന്ന് നാഗപഞ്ചമിയല്ലേ? സാധാരണ ഈ സമയത്ത് നമ്മൾ നാഗലോകത്തിലല്ലേ ഉണ്ടാവാറ്. ഇപ്രാവശ്യം ഇതാദ്യമായിട്ടാണ് ഭൂലോക. ശിവാനി, നീ ഇന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് ത്രിവിക്രമനെയും കണ്ട് എന്തുകൊണ്ട് പാലഭിഷേകം ചെയ്തുകൂടാ? അതെ നീലി, നീ പറഞ്ഞത് ശരിയാണ്. ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ത്രിവിക്രമൻ എനിക്ക് കണ്ടേ പറ്റൂ. പക്ഷേ അവനിപ്പോ എവിടെയായിരിക്കും ഉണ്ടാവുക? ശിവാനി, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. ത്രിവിക്രമൻ ഇന്ന് നീ പാലഭിഷേകം നടത്തണമെന്നത് വിധിയാണെങ്കിൽ അതാര് വിചാരിച്ചാലും തടയാനാകില്ല. സകല ലോകായ സർവഭൂതായ സത്യ സാക്ഷാത്കരാ ശിവോഹം
ത്രിവിക്രം, ഇന്ന് ഉത്സവ ദിവസമാണ്. നിന്നോട് ഇതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞ എന്താണോ അത് നീ ചെയ്തിരിക്കണം. ചെല്ലേ. കൊച്ചു മുതലാളി വരൂ, പോവാം. എടുത്തോണ്ട് ചെല്ലേ. ഹായ്. ഹായ്, എന്താ പരിപാടി? നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടാ? ഇന്ന് നാഗപഞ്ചമി ദിവസമല്ലേ, അതുകൊണ്ട് പുറ്റില് പാലഭിഷേകം ചെയ്യാൻ പോകുന്ന വഴിയാ. എന്റെ ദൈവമേ, ഇവളുമാർ ഇതൊക്കെ തന്നെയാണ് പരിപാടി. എന്താ എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല. എന്നാ വാ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട ത്രിവിക്രം, ഞങ്ങള് നടന്ന് തന്നെ പൊയ്ക്കോളാം. അതെ. ശിവാനി, എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. എന്നെ കയറിക്കോ പ്ലീസ്. അയ്യോ, ഹായ്, ഹലോ, മൈ നെയിം ഇസ് ത്രിശൂൽ. ഞാൻ പ്രശ്നക്കാരനൊന്നല്ല കേട്ടോ. അയ്യോ ഈശ്വര, അത് എനിക്ക് പാമ്പിനെ കണ്ട കുറച്ച് പേടി കൂടുതലാ, അതാ. ഈ ദിവസം നിങ്ങളുടെ സ്വന്തം ദിവസമല്ലേ, അതുകൊണ്ട് പാലഭിഷേകത്തിന് വേണ്ടി വന്നതാ, അത്രേ ഉള്ളൂ. ഞാൻ വന്നതും നിങ്ങളും ദേ പുറത്തിറങ്ങി. എനിക്ക് വളരെ കുറച്ച് ടൈം മാത്രം മതി, അധികമൊന്നും വേണ്ട. നോക്ക്, നീ എന്റെ നല്ലൊരു ഫ്രണ്ട് അല്ലേ? പ്ലീസ് എന്നെ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കരുത് പ്ലീസ്. നല്ല കുട്ടിയായിട്ട് ഇപ്പൊ അകത്തേക്ക് കയറിപ്പോക്കോ. ഞാൻ ഈ പാൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാനൊന്നും ചെയ്തിട്ടില്ല. നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പാല് തരാം. നിങ്ങൾ അതുകൊണ്ട് ഷെയർ ചെയ്തോ. ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്ക്. എല്ലാവരും ഷെയർ ചെയ്തേക്കണേ. അപ്പൊ ഞാൻ പൊക്കോട്ടെ. ഹായ് നാഗം ബ്രോ, കുറച്ച് വഴി തരോ? ഞാൻ ഒന്ന് പൊക്കോട്ടെ. ഇത്രയൊക്കെ ആയിട്ടും എന്റെ ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നീലി. ഇത് നാഗലോകത്തെ എല്ലാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. തെളിവ് സഹിതം മനസ്സിലായാലും അത് നല്ലവണ്ണം ഒന്നുകൂടെ പരിശോധിക്കുക തന്നെ വേണം. നോക്കാം, ഇന്ന് നാഗപഞ്ചമി ദിവസം നടന്ന ഈ കാര്യം നമ്മുടെ മുന്നോട്ടുള്ള വഴി എളുപ്പമാക്കുമോ എന്ന് നമുക്ക് നോക്കാം. എങ്കിലും ഇത് നീ തന്നെ തീരുമാനിച്ചുറപ്പിക്കേണ്ട കാര്യമാണ് ശിവാനി. ഡാഡി, നീ പാലഭിഷേകം ചെയ്തോ? ഞാൻ ചെയ്തു. എവിടെയാ ചെയ്തത്? അമ്പലത്തിൽ ഡാഡ്. മനസ്സിലായി, ഏതമ്പലത്തിലാണെന്ന്? അത് ഒരു അതെ, അത് നമ്മുടെ നാഗരാജാവിന്റെ അമ്പലത്തില്, അവിടെ തന്നെ. നീ ശരിക്കും പാലഭിഷേകം ചെയ്തോ? എന്താ ഡാഡ്, എന്നെ വിശ്വാസമില്ലേ? സത്യം തന്നെയാണോ പറയുന്നത്? ഡാഡ്, ഞാനെന്തിനാ നുണ പറയുന്നത്? ശരി, തൃശ്ശൂൽ എവിടെ? തൃശ്ശൂല് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു. മുതലാളി, ഞാനും കൊച്ചു മുതലാളിയും കൂടി പാൽ ഒഴിച്ചിട്ടാ വരുന്ന. ഇപ്പൊ നമ്മുടെ ഭദ്രകാളി ക്ഷേത്രത്തില്. ഭദ്രകാളി ക്ഷേത്രം? ഡാഡ്, അത് പിന്നെ ഞാൻ അത് ത്രിവിക്രം, ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്. നീ ഒന്നും മിണ്ടായിരിക്കേ. തൃശ്ശൂൽ പറ, നിങ്ങൾ എവിടെയാ പോയത്? അത് എന്താന്ന് വെച്ചാ, മുതലാളി കൊച്ചു മുതലാളിയെ പോയിട്ട് പാലൊഴിച്ചത്. ഞാനാണെങ്കിൽ കുറച്ച് ദൂരത്തിലായോണ്ട് എനിക്ക് സത്യത്തില് സ്ഥലം ഏതാന്ന് മനസ്സിലായില്ല അങ്ങോട്ട്. നിങ്ങളെന്താ നാടകം കളിക്കണോ? ഏയ് തൃശ്ശൂൽ, ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റില്ല നിനക്കൊക്കെ. പാലഭിഷേകം ചെയ്യാനല്ലേ നിന്നോടൊക്കെ പറഞ്ഞത്? ഐ ഫീൽ സോ ഡിസപ്പോയിന്റഡ്.
നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. നീ എന്റെ മകനാണെന്ന് പറയാൻ തന്നെ നാണമാകും എനിക്ക്. ഛേ, ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാതായി പോയല്ലോ നിനക്ക്. ഇതൊന്നും ശരിയല്ല വിക്രം, ശരിയല്ല. നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഈ ഒരു നിസ്സാര കാര്യം പോലും നിനക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? പിന്നെ എന്തിനാണ് നീക്ക് ജീവിക്കുന്നത്? സോറി ഡാഡി. അവനോട് അടുക്കണം. അവന്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയുവാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. ഇക്കാര്യത്തിൽ നിന്റെ സമചിത്തത വളരെ മുഖ്യമാണ്. നീ ത്രിവിക്രമനെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ മറ്റാരിലും നിന്റെ ശ്രദ്ധ ഉടക്കാതിരിക്കുവാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ മുഖ്യവുമാണ്. നിന്റെ ശരിയായ ആദിശേഷനെ കണ്ടെത്തുക നിന്റെ മാത്രം കടമയാണ്. അപ്പോൾ മാത്രമാണ് നിന്റെ വിജയം സാധ്യമാവും. ശരി ഗുരുദേവ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം ഞാൻ. നഷ്ടപ്പെട്ട കണ്ഠഹാരത്തെ പറ്റിയും ഓർമ്മയുണ്ടാവണം. നന്നായിട്ട് ബോസിന്റെ വിഷം മനസ്സിലാവുന്നുണ്ട്. നോക്കിക്കോ, ഇനി നല്ലൊരു കാര്യം തന്നെ ബോസിനെ ഏൽപ്പിക്കും. വീട്ടിലുള്ളവർക്കൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല തൃശ്ശൂർ. ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അതൊക്കെ ഡാഡിയുടെ പേരിൽ മാത്രം അറിയപ്പെടുന്ന. എനിക്ക് മാത്രമായിട്ട് ഇതുവരെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിട്ടില്ല. എവിടെ പോയാലും ഞാൻ എന്ത് ചെയ്യാൻ പോയാലും ഡാഡി എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, ചെയ്തോന്ന് പറയും. എനിക്കിതുവരെയായിട്ട് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നെ വിശ്വസിച്ച് ആരും ഇതുവരെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുമില്ല. എവിടെ പോയാലും ദിഗ്വിജയ് സാറിന്റെ പേര് മാത്രമേ ഉള്ളൂ. നോക്കി ബോസ്, ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോ എനിക്ക് ലഭിക്കുന്ന ശക്തി അപാരം, അപാരം തന്നെ, അപാരം തന്നെ. എന്റെ ആഗ്രഹമനുസരിച്ച് തക്ക സമയത്താണ് എനിക്ക് ഈ മാല ലഭിച്ചത്. ഈ മാല തിരിച്ചെടുക്കാൻ ആരൊക്കെ എനിക്കെതിരെ നിന്നാലും അവരുടെ അന്ത്യമായിരിക്കും. അതെന്റെ തപസ്സിന്റെ ബലം, നാഗമാണിക്യത്തിന്റെ ശക്തി. എന്നെ തോൽപ്പിക്കാൻ ഇനി ആർക്കുമാവില്ല. എന്റെ പേരക്കുട്ടിയുടെ ജീവിതത്തിൽ പിടിമുറുക്കാനുള്ള പ്രഥമ അവസരം. നീ മരിച്ചുപോയതല്ലേ? നീ ഇവിടെ എങ്ങനെ വന്നു? ഞാൻ എന്റെ കൈകൊണ്ട് നിന്നെ... നിനക്കൊന്നും അറിയില്ല. നീ വിശ്വസിച്ചിരിക്കുന്നെല്ലാം സത്യമല്ല. നിന്റെ പിന്നിൽ വലിയ മറിമായും തന്നെ നടക്കുന്നുണ്ട്. എന്ത് മറിമായോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, വലിയൊരു മറിമായും തന്നെ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ തേടി വന്നത്. എന്താ? എന്താ? അതോ ശിവാനിയെ കുറിച്ചുള്ള രഹസ്യം. ശിവാനിയെ കുറിച്ചോ? എന്താ? എന്താന്ന് വെച്ചാ പറയ്. എന്ത് രഹസ്യമായിരിക്കും അത്? അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അവളെ കണ്ടാ എനിക്ക് എന്നോട് ദേഷ്യമുള്ള പോലെയൊന്നും തോന്നിയിട്ടില്ല. എങ്കിലും എനിക്കെന്തോ ഇനി മുന്നോട്ട് ശ്രദ്ധിക്കണം തോന്നുന്നു. ശിവാനിയെ കുറിച്ചെന്തോ രഹസ്യം, ശിവാനിയെ കുറിച്ചെന്തോ രഹസ്യം എന്നാ പറഞ്ഞോണ്ടിരുന്നേ. എന്തായിരിക്കും ആ രഹസ്യം? ത്രയംബകൻ എവിടെയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. ആ സത്യം ഞാൻ നിന്നോട് എന്തിനു പറയണം? സത്യം മനസ്സിലാകുന്നതുവരെ എനിക്ക് മുക്തി വേണ്ട. എന്റെ ശ്രമം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും. ഏയ്, മരിച്ചു കഴിഞ്ഞിട്ടും മുക്തി കിട്ടിയില്ലേ നിനക്ക്? നീ എന്നെ പേടിപ്പിക്കുകയാണോ? പേടിപ്പിക്കാനാണോ നിന്റെ ഭാവം? എന്റെ കൈകൊണ്ട് മരിച്ചതല്ലേ? വേഗം മുക്തി ലഭിച്ചുകൊള്ളും നിനക്ക്. ആത്മാവായി വന്ന് എന്നെ നീ ഭയപ്പെടുത്താനാണെങ്കിൽ അത് നിന്റെ ഭ്രമം. സ്വപ്നം കണ്ടെങ്കിൽ എന്തായാലും അത് അപശകുനമാ. നീ ആദ്യം അമ്പലത്തിൽ പോയിട്ട് വാ. എടി, ഈ ലോകത്ത് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. എല്ലാറ്റിനും പരിഹാരം കാണാനിരിക്കല്ല ദൈവം. ചുമ്മാതിരി മതി. ദൈവത്തിന്റെ അടുത്ത് പോയി വന്ന ആർക്കും ഒന്നും ആവില്ല. ശരി, ആയിക്കോട്ടെ.
ഞാൻ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം മാത്രമല്ല എല്ലാത്തിനും പരിഹാരം എന്നേ പറഞ്ഞുള്ളൂ. നോക്ക് തൃശൂൽ, നീ നിന്റെ അച്ഛന്റെ വാക്ക് കേട്ട് കളിക്കാൻ നിൽക്കണ്ട. നീ ഇപ്പൊ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഇല്ലേ? എടാ മോനെ, നിന്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഹൊറർ സിനിമകളുണ്ടല്ലോ, അത് കാണലും നിർത്തും. രാത്രി ഉറക്കൊള്ളിച്ചിരുന്നത് കാണുന്നല്ലേ, അതുകൊണ്ട് ആ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് ആ പരിപാടി നിർത്ത്. അപ്പൊ എല്ലാം ശരിയായിക്കോളും. അപ്പോ എന്റെ വാക്കിന് ഒരു വിലയുമില്ലേ? എനിക്കെന്ത് ഫീൽ ചെയ്താലും അത് ശരിയായ കാര്യത്തിന് തന്നെയായിരിക്കും. ഞാനിപ്പോ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ ആലോചിക്കാം. നമ്മുടെ കനകദുർഗയ്ക്കടുത്തുള്ള രാമപുരം എന്ന സ്ഥലമില്ലേ, അവിടെ ഒരു 25 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ സൈറ്റുകളാക്കി മാറ്റി ഒരു മോഡേൺ സിറ്റി പോലെ ഡിസൈൻ ചെയ്താൽ കൊള്ളാവുന്നൊരു ഐഡിയ. ഞാൻ ഈ പ്രോജക്റ്റിന് ത്രിവിക്രമനെയാണ് ഇൻചാർജായി വെക്കാൻ പോകുന്നത്. ഇനി മുതൽ അങ്ങോട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവേഴ്സ്. മോശമല്ലേ? ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഒരു തവണ ഞാൻ പേടി സ്വപ്നം വല്ലതും കണ്ടാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. ആലോചിച്ച് ചെയ്. ഓൾറെഡി എന്റെ ഹാർട്ട് വീക്കാണ്. ഇപ്പൊ അതേ ഹാർട്ടിൽ ഒരു പ്രണയം പൂവിട്ടു. അപ്പോ ഈ ടെൻഷനും ലവും എല്ലാം കൂടെ മിക്സായി ലൈഫ് മൊത്തം കൺഫ്യൂഷൻ ആയി പോകുന്നേ. എന്തോ എല്ലാത്തിനും നീ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടാ മതി. കൂടെ ഉണ്ടാവണം. സോറി മാഡം. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ദയവായി വാങ്ങിക്കണം മാഡം. പിന്നെ വേറൊരു കാര്യമുണ്ട്. എനിക്ക് വേറെ നല്ലൊരു ജോലി കിട്ടി. എന്റെ മുതലാളി തന്നതാ. പ്രൊമോഷൻ കിട്ടി മാഡം എനിക്ക്. ഓ വാവ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ശരി മാഡം, ഞാൻ ഇനിയും ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല, വേറെ പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞപ്പോ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമായി പോയി. ഓ ദൈവമേ, ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാഡം, പക്ഷെ എനിക്ക് ഇപ്പൊ സന്തോഷമായി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്ക് അത് മാത്രം മതി. ശരി, എന്ന് ഞാൻ പോകട്ടെ. താങ്ക്സ് ഫോർ ദ ഗുഡ് ന്യൂസ്. അമ്മേ, എന്താ അമ്മ ഈ പറയുന്നേ? പിന്നെ അതേ കാര്യത്തിൽ തൂങ്ങിക്കിടക്ക. എന്താ അമ്മ ഇത്? എന്താണ് ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നേ? എന്റെ അമ്മോ, എനിക്ക് എത്ര വലിയ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷൻ ആണെന്ന് അറിയോ ഇപ്പോ? കൊച്ചു മുതലാളി ആരംഭിക്കാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റ് ഇല്ലേ, അതിന്റെ എല്ലാം മൊത്തം ഇൻചാർജ് എനിക്കാ. അവരുടെ കൂടെ എന്തിനും ഏതിനും ഞാനും പോകേണ്ടി വരും, ഞാൻ സംസാരിക്കേണ്ടി വരും. പുതിയ ഐഡിയാസ് ഒക്കെ ഞാനായിരിക്കും കൊടുക്കുന്നത് അമ്മേ, ഞാനായിരിക്കും. അല്ലമ്മേ, ഇതൊക്കെ എങ്ങനെ ചെറിയ കാര്യമാവും? അമ്മ തന്നെ ഒന്ന് പറഞ്ഞു തന്നേ. നീ നിന്റെ അച്ഛനെ പോലെ തന്നെ കരുതിക്കോ. രണ്ടുപേരും ചേർന്ന് എന്റെ വായ അടച്ചോ. എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. ആത്മീയ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിച്ചാൽ നന്നാവും എന്നൊരു തോന്നലുണ്ട് എനിക്ക്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭർത്താവിനെ മോനെയും കുറിച്ച് അല്ലാതെ ഞാൻ പിന്നെ ആരെ കുറിച്ച് ചിന്തിക്കണ്ടേ? ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ എന്റെ വായ അടപ്പിക്കും രണ്ടുപേരും ചേർന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ബുദ്ധി തോന്നട്ടേന്ന് അമ്പലത്തിൽ പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് വരാൻ ഞാൻ. മധു, പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്ക്. ഇത്രയും നേരം ഞങ്ങളുടെ ചെവി മാത്രമല്ലേ തിന്നുള്ളൂ, അതുകൊണ്ട് നിനക്ക് എനർജി കുറവാ. പ്രാർത്ഥിക്കുമ്പോ നല്ല എനർജി ഒക്കെ വേണ്ട മോനെ. നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് കഴിക്കും, എന്നിട്ട് എന്നെ മെക്കിട്ട് കയറാൻ നോക്ക്. മധു, കഴിച്ചേ. എനർജി വേണ്ട മധു. അവളോട് തർക്കം ജയിക്കാൻ പാടാ. മോനെടുക്ക്, നമുക്ക്. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ മകൻ രാജാവായി വാഴുന്നു. ആ ദിഗ്വിജയന്റെ മകൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദിഗ്വിജയന്റെ വീട്ടിൽ സ്വന്തം മകനെ തന്നെയാണ് വില കുറച്ച് കാണുന്നത്. ഭാഗ്യവാൻ ത്രിവിക്രമൻ, അവനാണ് നിന്റെ മകൻ.
എന്റെ പേരക്കുട്ടി രാജാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ രാജാവാക്കി അവനെ ഞാൻ മാറ്റിയിരിക്കും. ദിഗ്വിജയന്റെ കുടുംബം തന്നെ വേരോടെ ഞാൻ ഇല്ലാതാക്കും.